Good morning. We will continue our exercise. Last problem. Okay. Calculate the area of the triangle shown. Triangle area and the figure. പുറത്ത് നല്ല മഴയാണ്. കുറച്ച് സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എനിക്കറിയില്ല. ഉണ്ടാവാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാട്ടോ, ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ കൂടി ഒരു സൈഡേ അറിയുള്ളൂ. നമുക്ക് ഈ ട്രയാങ്കിൾ നമ്മൾ എ ബി സി എന്ന് പേര് കൊടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസ് മാത്രമേ അറിയുള്ളൂ അല്ലെ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയണം? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലെ. ഹൈറ്റ് അറിയണം. ഹൈറ്റ് അറിയാന്ന് വെച്ചാൽ എന്താ? ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈറ്റ് അറിയില്ല അല്ലേ. ഹൈറ്റ് നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഷ്യോ വെച്ചിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെ ഞാൻ അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇത് 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി ആണ് വരുന്നത്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്ന രണ്ട് ട്രയാങ്കിളുടെ റേഷ്യോയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി, 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി അല്ലേ. ഈ ഒരു റേഷ്യോ നമുക്ക് എന്താ? നമുക്ക് ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ റേഷ്യോ ഒന്ന് എഴുതാം. ഓക്കെ, അപ്പൊ സൈഡുകളൊന്ന് നമുക്ക് റേഷ്യോ ഒന്ന് എഴുതാം. റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രീസ് ടു 45 ഡിഗ്രീസ് ടു 90 ഡിഗ്രി അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതൊരു ശരിക്കും ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ല. അതുകൊണ്ട് ആ 4 സെന്റിമീറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അടുത്തല്ല വരാം. നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഏകദേശം ഞാൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോരും ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു വശത്തേക്ക് കുറച്ച് സ്ലാൻഡിങ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ വരച്ച് ചെയ്യുമ്പോൾ ഞാൻ മാറ്റി വയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ 4 സെന്റിമീറ്റർ കറക്റ്റ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സംശയം. ഓക്കെ, ആ 4 സെന്റിമീറ്റർ കറക്റ്റ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യില്ല. കാരണം ആ ട്രയാങ്കിൾ ഷേപ്പ് അങ്ങനെയാണ്. ഇത് കുറച്ച് ഇവിടേക്ക് കൂടുതൽ ഇവിടേക്ക് കുറച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഇരിക്കുന്നത് അല്ലേ. ഇങ്ങനെയായിരിക്കും നമ്മൾ സെൻറ്ററിൽ പെർപെൻഡിക്കുലർ വെച്ചാൽ കിട്ടുക. അപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ എന്താ നിങ്ങൾ വിചാരിക്കും ഇവിടെ 2 ഇവിടെ 2 അല്ല. കാരണം എന്താ? അത് കറക്റ്റ് സെൻറ്ററിലേക്ക് അല്ല. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ. കാരണം ഈ ട്രയാങ്കിൾ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ല. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ വന്ന് ഈ ഒരു പോർഷൻ 2 ആയിട്ട് മാറിയത്. പക്ഷെ നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ല തന്നെയാണ്. ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ല. ഒരു വശം കൂടിയതും ഒരു വശം കുറഞ്ഞതായിട്ടുള്ള ട്രയാങ്കിളാണ്. അപ്പോൾ കറക്റ്റ് മിഡിൽ എന്താ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ തെറ്റും. ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ഓക്കെ, ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് എന്തായിരിക്കും? ഇത് 30 ഡിഗ്രി ആയിരിക്കും. ഈ ട്രയാങ്കിൾ മൊത്തം 180 കിട്ടും. ഈ ഒരു ട്രയാങ്കിൾ മൊത്തം 180 കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ട്രയാങ്കിളുടെ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 45:45:90 ഡിഗ്രി. നമ്മൾ ഏത് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാം? 1:1:√2 അല്ലേ. ഈ മറ്റേ ട്രയാങ്കിൾ ഏത് റേഷ്യോയിലാണ്? ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 90:60:30 അല്ലേ. 30:60:90. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റേഷ്യോ നമ്മൾ എഴുതാം. 30:60:90. റേഷ്യോ എന്താണ്? 1:√3:2. ആ ഒരു റേഷ്യോയിലാണ് ഈ ഒരു ട്രയാങ്കിൾ ഡിവിഷൻ അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടും എന്താ സൈഡിലൊന്നും അറിയില്ല. 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്രയും പോർഷൻ എന്താ ബേബി CD, ഈ CD AD എത്രയാണ്, DB എത്രയാണ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് കറക്റ്റ് 2 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഒറ്റ വശം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാണ് ഇത് 45 x ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യാം. നമ്മൾ x ആയിട്ട് എടുക്കാറ്. അപ്പോൾ നമുക്ക് എന്താക്കുന്നത്? ഇതിന് പകരം 1x ഓക്കെ ഈസ് ടു 1x ഈസ് ടു √2x ഞാൻ എടുത്തു. ഓക്കെ, 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എക്സ്, 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എക്സ്, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √2x. ഈ ഒരു രീതിയിൽ ഈ 45 ഡിഗ്രി 90 ഡിഗ്രിയുടെ ട്രയാങ്കിൾ സ്പ്ലിറ്റ് ചെയ്തു. കാരണം ഒറ്റ വശം നമുക്ക് അറിയില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എക്സ് എടുക്കണ്ട, നമ്മുടെ വേറെ വേരിയബിൾ y ആയിട്ടുള്ള വേരിയബിൾ. അപ്പം എന്ത് ചെയ്യാം?
1y ഈസ് ടു √3y ഈസ് ടു 2y. ഓക്കെ, ഇങ്ങനെ രീതിയിൽ ഞാൻ ഇതിനെ എഴുതും. അപ്പം എന്ത് ചെയ്താൽ 90 ഡിഗ്രിക്ക് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1y അല്ലേ, ഇവിടെ 1x വരെയുണ്ട്, ഇവിടെ 1y. ഇനി √60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താ, √3y, √3y അല്ലേ. ഇനി എന്താണ് 2ന്റെ ഓപ്പോസിറ്റ് 90 ഡിഗ്രി ഓപ്പോസിറ്റ് 2y, 90 ഡിഗ്രി ഓപ്പോസിറ്റ് 2y. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ റേഷ്യോ എഴുതി. ഇനി നമുക്ക് ആകെ കൂടി അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വശം AD പ്ലസ് DB എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, AD പ്ലസ് DB എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എന്നറിയാം അല്ലേ. AD പ്ലസ് DB ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്കറിയാം 4 സെന്റിമീറ്റർ എന്നറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം എഴുതാൻ പോവാണ്. AD എത്രയാണ് കിട്ടിയത് നമുക്ക്, AD 1x ആണ് കിട്ടിയിട്ടുണ്ട്, DB 1y ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1x പ്ലസ് 1y ഈസ് ഈക്വൽ ടു 4 ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലോ. ഇനി അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താണ്, നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഈ CD എന്ന പോർഷൻ ഈക്വൽ ആണ് അല്ലെ. രണ്ട് ട്രയാങ്കിളിലും CD എന്ന ലെങ്ത് ഈക്വൽ അല്ലേ, രണ്ട് ട്രയാങ്കിളും കോമൺ പാർട്ടാണ് CD, അതുകൊണ്ട് ഈ രണ്ട് പോർഷനും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 1x ഈസ് ഈക്വൽ ടു √3y എഴുതാം. കാരണം എന്താ, രണ്ട് ട്രയാങ്കിളിന്റെ ഈ CD എന്ന പോർഷൻ കോമൺ ആണ്, കാരണം ഈ ഒറ്റ വരെയാണ് ഈ രണ്ട് ട്രയാങ്കിളും കൂടി ഉള്ളത്. അപ്പൊ CD കോമൺ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇത് 1x ഇത് √3y, 1x ഈസ് ഈക്വൽ ടു √3y എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഞാനിവിടെ ഈ y കണ്ടുപിടിക്കാൻ പോവാണ്. y കണ്ടുപിടിക്കാൻ പോകാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ ആയിക്കോട്ടെ, സെക്കൻഡ് ഇക്വേഷൻ ഈ എക്സിന് 1x ഈസ് ഈക്വൽ ടു √3y എന്ന് കിട്ടും അല്ലേ. ഈ എക്സിന് പകരം ഞാൻ √3y ഇട്ട് ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ 2 in 1, ഈ 2 എന്ന ഇക്വേഷൻ 1 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തോരും, എക്സിന് പകരം 1x-ന് പകരം ഇപ്പം എന്ത് കിട്ടി, √3y എന്ന് കിട്ടി. അപ്പോൾ 1x √3y ആയിട്ട് നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. √3y പ്ലസ് 1y ഈസ് ഈക്വൽ ടു 4 ഇത് കിട്ടിയില്ലോ. √3y പ്ലസ് 1y ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഇതാ, ഇനി രണ്ട് സ്ഥലത്തും y കോമൺ ആണല്ലേ, ഇവിടെ y ഉണ്ട്, ഇവിടെ y ഉണ്ട്. ഇപ്പൊ കോമൺ ആയിട്ടുള്ള y-നെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. y ഇൻറ്റു √3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4. നമുക്ക് y ആണ് കണ്ടുപിടിക്കാനല്ലേ, അതുകൊണ്ട് y ഇത് രണ്ട് സ്ഥലത്തും y ഉണ്ട്, ആ കോമൺ ആയിട്ടുള്ള y-നെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ ഉള്ളത് √3 ആണ് പ്ലസ് 1, y പുറത്തേക്ക് എടുത്തു, √3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കാണേണ്ടത് y ആണ്. അപ്പോൾ y എന്തെന്ന് കിട്ടും, y ഈസ് ഈക്വൽ ടു 4/√3 പ്ലസ് 1 എന്ന് കിട്ടും. നമ്മൾ ഈ വൈയുടെ കൂടെയുള്ള √3 പ്ലസ് 1 ഇവിടെ ഇൻറ്റു ആണ്, ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് വന്ന ഡിവിഷൻ ആയിട്ട് മാറും. y ഈസ് ഈക്വൽ ടു 4/√3 പ്ലസ് 1 എന്ന് കിട്ടിയില്ലോ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ, നമുക്ക് ആ CD എന്ന പോർഷൻ അറിയാം. CD എന്ന പോർഷൻ എന്താണ്, √3y ആണ് അല്ലേ, √3y. അപ്പോൾ നമുക്ക് y കണ്ടുപിടിച്ചു. നമ്മൾ ഇരുന്നോട്ടെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏരിയയിൽ എടുക്കുന്നത് y ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. എന്തോരും, ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ y അല്ല കണ്ടുപിടിച്ചാണ്, അതുകൊണ്ട് ഹാഫ് ഇൻറ്റു എന്തോരും, രണ്ട് ട്രയാങ്കിളിനെയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു എന്താ മൊത്തം ആ ട്രയാങ്കിളുടെ ഏരിയ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് y ഇങ്ങനെ ഒരു ഫോർമുല കിട്ടിയാണ്. അപ്പോൾ നമുക്ക് y-നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ y-യുടെ വാല്യൂ കിട്ടിയല്ലേ, അത് സിംപ്ലിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കാം. ഓക്കെ, ഇതേ മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ മനസ്സിലാക്കി കാണുകയായിരിക്കും. നമ്മൾക്ക് സൈഡ്സ് ഒന്നും തന്നിട്ടുണ്ടായില്ല, ആ കൂടിയ ആംഗിൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 45, 45, 90, 90, 60, 30 എന്ന റേഷ്യോയിൽ രണ്ട് ആംഗിൾസ്, രണ്ട് ട്രയാങ്കിളിനെ ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് റേഷ്യോ അറിയാം, 1:1:2 എന്ന് അറിയാം, 1:2 ആണ് റേഷ്യോ എന്ന് അറിയാം. നമുക്ക് പ്രോപ്പറായിട്ട് സൈഡ് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആംഗിളിൻ്റെ എല്ലാ സൈഡിനും എക്സ് എന്ന് കമ്പയർ ചെയ്തു, ഈ ഒരു ആംഗിളിനെ എല്ലാ സൈഡിനും y എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് എന്തറിയാം, ഈ AD പ്ലസ് DB 4 സെന്റിമീറ്റർ എന്നറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 1x പ്ലസ് 1y ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളുടെ ഓൾട്ടിറ്റ്യൂഡ് പൊക്കം രണ്ടിൻ്റെയും സെയിം അല്ലേ, അതുകൊണ്ട് ഈ ഒരു പൊക്കം എന്ന് പറയുന്നത് x ആണ് 1x, ഈ ഒരു പൊക്കം എന്ന് പറയുന്നത് √3y ആണ്. ഈ പൊക്കം രണ്ടും സെയിം ആണ്, ഒറ്റ ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിളായിട്ട് മുറിച്ചേക്കാണ്.
അപ്പോൾ 1x is equal to √3 ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നോളം നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ഈ 1xന് പകരം √3y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, 1x ഇവിടെ ഉണ്ട്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, √3y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ 1xന് പകരം √3y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്തോന്നു, √3y + y = 4. y ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ y കോമൺ ആയിട്ടുള്ള പുറത്തേക്ക് എടുത്തു. √3 + 1 = 4 കിട്ടി. y = 4/√3 + 1 കിട്ടി. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ഇങ്ങനെ ഫോർമുല കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടിയിലും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ y = 4/√3 + 1 എന്നാണ് കിട്ടിയത്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ നടക്കുന്നത് എന്താ, √3 + 1. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എടുക്കും. ദാറ്റ് മീൻസ് √3 - 1 എടുക്കും. എന്നിട്ട് നമ്മൾ അടിയിലും മുകളിൽ ഇൻറ്റു ചെയ്യും. കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, 4/√3 + 1 ആയിരുന്നു. അതിനെന്താ, √3 + 1. ഇവിടെ പ്ലസ് ആണെന്ന് മൈനസ് ഇടും, മൈനസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ഇടും. അങ്ങനെ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുക. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം എളുപ്പത്തിൽ സോൾവ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു വലിയ ഫ്രാക്ഷൻ പോലെ കിട്ടും. സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഭാരമായിരിക്കും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിയേ 4 × √3 - 1. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, 4 × √3 - 1 ഡിവൈഡ് ബൈ നോക്കിയേ x + y × x - y എന്ന ഫോർമുല വരുന്നത് അല്ലേ? നിങ്ങൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ x + y × x - y ആണെന്നുണ്ടെങ്കിൽ എന്താ ഐഡന്റിറ്റി പറയുന്നത്, x² - y² അല്ലേ? x + y × x - y ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ x² - y² ഫോർമുല എഴുതാം. അപ്പോൾ ഇതെന്താ, x + y × x - y ആണ്. അപ്പോൾ നമുക്ക് ഇതിന് x² - y² ഫോർമുല എഴുതാം. അപ്പോൾ x² എന്ന് പറയുന്നത് √3² - y² എന്ന് പറയുന്നത് 1². അപ്പോൾ എന്ത് വരും, 4 × √3 - 1 ഡിവൈഡഡ് ബൈ √3² എന്ന് പറഞ്ഞാൽ എന്താണ്, √3 × √3. സെയിം നമ്പർ √3 ഇൻറ്റു ചെയ്യുമ്പോൾ റൂട്ട് പോകും. അപ്പോൾ വെറും 3 എന്ന് കിട്ടും. മൈനസ് 1² എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, 1. ഓക്കെ, അപ്പോൾ എന്ത് വരും, 4 × √3 - 1 ഡിവൈഡ് ബൈ 2. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ വെച്ചിട്ട് അതിന് 2 3 - 1 ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഓരോ സ്റ്റെപ്പും കാണിച്ചതാണ്. അപ്പോൾ എന്ത് കിട്ടി, 4 × √3 - 1/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 ഈ 4നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 നടത്താൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടി, 2 √3 - 1 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രാക്ഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. നമുക്ക് 4/√3 + 1 എന്നുള്ളത് കിട്ടി, 2 × √3 - 1 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ y = എന്താ കിട്ടി, നമുക്ക് y = 2 × √3 - 1. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏരിയ ആണ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ചോദിക്കും. ഏരിയ. ഓക്കെ, അപ്പോൾ ഏരിയ എന്താണ്, അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് y കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിലാണ് y കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത് കാൽക്കുലേഷൻ കുറച്ച് ഭാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാന്ന് ജസ്റ്റ് കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾ തന്നിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിട്ട് ഇൻറ്റു ചെയ്യണം. ഇതിന് മുകളിൽ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇവിടെ √3 + 1 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് √3 - 1. √3 - 1 ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് √3 + 1. ഓക്കെ, അപ്പോൾ √3 - 1 അപ്പോൾ റൂട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ റൂട്ടിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൂട്ട് കളഞ്ഞ് പോർഷൻ എടുത്തിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ √3 × നമ്മൾ 4 × √3 - 1 ഡിവൈഡ് ബൈ √3 + 1 × √3 - 1 എഴുതി. ഓക്കെ, അപ്പോൾ എന്താ a + b × x + y × x - y ഒരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. x² - y² ആണ്. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് നമ്മൾ ആക്കാണ്. x എന്ന് പറയുന്നത് √3 √3² മൈനസ് ആണ്, എപ്പോഴും ഓർക്കണം മൈനസ് ആണ്. 1 y² എന്ന് പറഞ്ഞാൽ 1². അപ്പോൾ 4 × √3 - 1 ഡിവൈഡ് ബൈ 3 - 1. കാരണം √3² എന്ന് പറയുന്നത് 3 ആണ്, 1² എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 അവരോടെ 4 √3 - 1 ഡിവൈഡ് ബൈ ഈ 2 ഈ 4 ക്യാൻസൽ ചെയ്ത് പോയി 2 എന്ന് കിട്ടും. അപ്പോൾ 2 × √3 - 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 √3 - 1 കിട്ടിയതിനെ മനസ്സിലായി കാണും. നമ്മൾ ഈ ഏരിയ കണ്ടുപിടിക്കാൻ പോകണ്ട. ഏത് ട്രയാങ്കിളിയാ, നമുക്ക് ഫിഗറിൽ തന്നിട്ടായ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ തന്നിട്ടുണ്ടായില്ലേ, ABCD. ഓക്കെ, അപ്പോൾ നമുക്ക് ABയുടെ ലെങ്ത് അറിയാം, 4 cm ആണെന്നറിയാം. നമ്മൾ CD നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്, √3y എന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ 1x എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വൈയുടെ വാല്യൂ ആണ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ y എന്ന ഒരു ലെങ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. x നമ്മൾ x ഉം √3y ഈക്വൽ ആണ്
അല്ലേ? വൈയുടെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈ എന്ന വാല്യൂ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ബേസ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 4 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അത് വൈ ആണ് നമ്മൾ കണ്ടുപിടിച്ചതിന്റെ വാല്യൂ. ഇത് വൈ ഉള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, √3 √3 കിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, √3 നമുക്ക് ഈ വൈയുടെ വാല്യൂ അറിയാൻ പാടില്ലേ? വൈയുടെ വാല്യൂ നമുക്കറിയാം 2 × √3 - 1 ആണ്. ഈ വൈയുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ. അപ്പൊ ഇത് വരും നോക്കാം. ഹാഫ് ഇൻറ്റു, അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് തന്നെ ഈ 2-നെ 4-നെ വെട്ടി ഇവിടെ 2 ആക്കാം. അപ്പൊ എന്ത് വരും? 2 × √3 ഏരിയ എന്ന് പറയുന്നത് 2 × √3 വരുന്നത്. ഈ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വൈയുടെ വാല്യൂ 2 × √3 - 1 ആണ് നമുക്കറിയാം. അപ്പൊ 2 × √3 ഇൻറ്റു എന്താണ്? √3 × 2 × √3 - 1. ഈ ഒരു ഫോമിലേക്ക്. ഓക്കെ, 2 × √3 × വൈയുടെ വാല്യൂ നമ്മൾ എഴുതി 2 × √3 - 1. വൈക്ക് പകരം 2 × √3 - 1 ചെയ്യും. നമ്മളിത് സോൾവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? ജസ്റ്റ് നമ്പേഴ്സ് ആയിട്ടുള്ളത് അടുത്തടുത്ത് ചെയ്താൽ പോലെ. അപ്പം 2 × √3 × √3 - 1 എന്ന് എഴുതി. ഓക്കെ, ജസ്റ്റ് നമ്പർ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു. റൂട്ടുള്ളതിനൊക്കെ ഒരുമിച്ച് എഴുതി, അല്ലാത്തതിനൊക്കെ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ 2 × 2 എന്താണ്? 2 × 2 4. 4 × നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഓക്കെ, √3 × √3 എന്താണ്? √3 × √3 എന്ന് പറയുന്നത് 3 മൈനസ് എന്താണ്? √3 × 1 എന്ന് പറയുന്നത് എന്താണ്? √3. അപ്പൊ എന്ത് കിട്ടും? 4 × √3 3 - √3 എന്ന് കിട്ടും. 4 × 3 - √3. ഇതാണ് അത്രയും ചെയ്താൽ മതി. √3യുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ √3യുടെ വാല്യൂ 1.57 ഇട്ട് കൊടുത്തത് സിംപ്ലിഫൈ ചെയ്യാം. പക്ഷേ ഇതിന് കുഴപ്പമില്ല. സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് നമ്മുടെ വാല്യൂ പറയുന്നത്. 4 × 3 - √3. ഓക്കെ, 4 × 3 - √3. നമ്മൾ വാല്യൂ ഇട്ട് ചെയ്യുന്നത് നമുക്ക് 5.072 വാല്യൂ ഇടും. നമ്മൾ ചെയ്ത് നോക്കാം. √3ക്ക് 1.57 വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ √3യുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5.3 ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ചെയ്തെന്ന് വെച്ച് മാൻഡേറ്ററി അല്ല, ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി. ഇത് ആൻസർ കറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ √3ക്ക് അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് കുറച്ച് വലിയ പ്രോബ്ലം ആയിരുന്നു. നമ്മൾ റേഷ്യോ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് എടുക്കാത്തതിന് കാരണം എന്താണ്? 1x √3y ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കണ്ടുപിടിച്ചതിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ √3y ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 4 ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് √3y ആണെന്ന് അറിയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 × 4 മൾട്ടിപ്പിൾ 2 √3y വന്നു. വൈക്ക് പകരം വൈയുടെ കണ്ടുപിടിച്ച വാല്യൂ 2 × √3 - 1. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ 4 × 3 - √3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അതിന് √3യുടെ വാല്യൂ ഇട്ട് കൊടുത്ത്